ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് ക്യൂബിൻ്റെ ബാക്കി പാർട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? യെസ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പറായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു നമ്പറിന് അതേ നമ്പറിന് സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സാണ്. 1 2 3 4 5 ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. സോ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നമ്പേഴ്സുകളായിരിക്കണം നമുക്ക് എന്ത് വരേണ്ടത്? പെർഫെക്റ്റ് സ്ക്വയറിൽ വരേണ്ടത്. സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ അതേ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ നാച്ചുറൽ നമ്പർ ആൻസർ കിട്ടാൻ നിർബന്ധമില്ല. ബട്ട് ഇൻ പെർഫെക്റ്റ് സ്ക്വയർ അവിടെ എന്തായിരിക്കണം? അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു എന്താവണം? നാച്ചുറൽ നമ്പർ ആകണം എന്നുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാണാനുള്ള ചില മെത്തേഡ്സിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, അല്ലേ? എന്തൊക്കെയായിരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് നോക്കാവുന്ന കാര്യം നമ്മൾ പഠിച്ചു. അതായത് പാറ്റേൺസിനെ കുറിച്ച്, സ്ക്വയർ നമ്പേഴ്സിൻ്റെ പാറ്റേൺസിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അതായത് ഏതൊക്കെ നമ്പേഴ്സുകൾ വന്നാലാണ് സ്ക്വയർ ആവാനുള്ള ചാൻസ്, ഏതൊക്കെ നമ്പേഴ്സ് വന്നാൽ ഒരിക്കലും ആവില്ല എന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഈവൻ നമ്പേഴ്സ്, അല്ലേ? ഒരു ഈവൻ നമ്പറായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടുക? ഈവൻ നമ്പർ തന്നെയാണ് കിട്ടുക. ഇനി അതേ സ്ഥാനത്ത് നമ്മൾ ഓഡ് നമ്പറിനെയാണ് മൾട്ടിപ്ലൈ എങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുക. സോ ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. ഈ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്. എന്താണ് അടുത്തത്? നമുക്കറിയാം, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലോ ചെക്ക് ചെയ്യാൻ ഒരു മാർഗം കൂടിയുണ്ട്. നമുക്കറിയാം പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന്, അല്ലേ? നമ്മൾ 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച കുട്ടികളാണല്ലോ. എന്താണ് ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആകെ ആ നമ്പറും അതിൻ്റെ 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ 13 എന്ന് പറഞ്ഞ നമ്പറാണ് ഞാൻ എടുക്കുന്നത് വിചാരിക്കാം. അപ്പോൾ 13 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന അതിൻ്റെ മൾട്ടിപ്പിൾസ് നോക്കൂ. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 13 കിട്ടും. ഫോർ എക്സാമ്പിൾ 12 ആണ് എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ 12 സാർ എടുത്തു കഴിഞ്ഞാൽ 12ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 × 12 ഉണ്ട്. അതുപോലെ തന്നെ 3 × 4 ഉണ്ട്. അതുപോലെ തന്നെ 2 × 6 ഉണ്ട്. ഇതൊക്കെ എന്താണ്? 12ൻ്റെ ഫാക്ടേഴ്സാണ്. പക്ഷെ ഇതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? 13ൻ്റെത് പറയാൻ പറ്റില്ല. 13 ആകെ ഏതെന്നെ ഉള്ളൂ? 13 ആകെ ഉള്ളത് ഏതാണ്? 1ഉം 13ഉം മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കോമ്പോസിറ്റ് നമ്പർ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞാൽ? ഒരു കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞാൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവുക. എന്താ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ ആൻസർ വരുന്ന ആ മൾട്ടിപ്പിൾസിനെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും നോക്കൂ. നമുക്കിപ്പോൾ ഒരു ഫാക്ടർ ട്രീ വരച്ച് നോക്കാം, അല്ലേ? നമുക്കറിയാം 2 × 10 നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? 20 കിട്ടുക. നമുക്ക് 10നെ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 × 5 ചെയ്യാൻ പറ്റും, അല്ലേ? വീണ്ടും നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. 5 ഒരു പ്രൈം നമ്പറാണ്, അതിന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. 2ന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് 2 × 2 × 5 അഥവാ 4 × 5. അപ്പം നമുക്ക് അതിനകത്ത് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സിനെ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രൈം ഫാക്ടറൈസേഷൻ വഴിയും നമുക്ക് സ്ക്വയേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്നതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് പ്രൈം നമ്പറിനെ വെച്ചിട്ട് നമ്മൾ ഫാക്ടർ ട്രീനെ കണ്ടുപിടിക്കുക? നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ 36. ഇപ്പോൾ 36 എന്ന് പറയുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾക്ക് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫാക്ടർ ട്രീ വരച്ച് നോക്കുമ്പോൾ പെയർ ആക്കി എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കതിനെന്ത് പറയാൻ പറ്റും? പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയാൻ പറ്റും. അതല്ല, അത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നമ്പേഴ്സുകളുടെ പെയർസ് നോക്കിയാൽ മതി. അവിടെ ഒരു നമ്പർ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഓഡ് ആയിട്ടോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് 36ൻ്റെ നോക്കാം. നോക്കൂ, 36ന് നമുക്കറിയാം 6 × 6 എന്ന് പറയുന്നത് എന്താണ്? 36 ആണല്ലോ. ദെൻ നമുക്ക് അടുത്ത് എന്താ നോക്കാം? 6ന് ഉണ്ട്, അല്ലേ? 6ന് 2 × 3. ഇനി ഈ നമ്പേഴ്സിനുണ്ടോ? ഇല്ല. ഈ നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫോർമേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിനെ നോക്കാം, പെയർ ആക്കി എഴുതി നോക്കാം. ഒരേപോലെ നമ്പേഴ്സിനെ ഒരുമിച്ച് എഴുതാൻ നോക്കാം. നോക്കൂ, 2 2 2 തവണ ഉണ്ട്. 2 × 2. 3 എന്തുണ്ട്?
2 തവണ ഉണ്ട്. സോ 36 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 36 പറഞ്ഞാൽ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ ആണോ? അപ്പോൾ 36 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറയാണ് 40 നമുക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, 40 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 × 20. ദെൻ അടുത്തത് 2 × 10. അടുത്തത് 2 × 5. കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനി നമുക്ക് പെയറാക്കാൻ നോക്കാം. പെയറാക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ 2 × 2. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. സോ നോക്കൂ, ഇവിടെ ഈ 2-നും ഈ 5-നും എന്തില്ല? പെയറില്ല. സോ ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ ഇത് എന്തുമല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു പെർഫെക്റ്റ് സ്ക്വയർ പറഞ്ഞാൽ നമുക്ക് എന്താണ്? നാച്ചുറൽ നമ്പറായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ പറയും 40 നാച്ചുറൽ നമ്പർ അല്ലേ? ആണ്. പക്ഷേ അത് എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല? അത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നില്ല? 40 നമുക്ക് വരുന്നില്ല നാച്ചുറൽ നമ്പറിൽ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ 36 ആണ് നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ പറയുകയാണ് 49. നോക്കൂ, 49 അല്ലേ? 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ? നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? സാർ സിമ്പിൾ നമ്പേഴ്സ് വെച്ചിട്ട് അപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പെയർസ് ആക്കി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കൂ, ഇപ്പോൾ 49 എന്ന് പറയുന്നത് ഇതിൻ്റെ മൾട്ടിപ്പിളാണ് 7 × 7 ആണ് അല്ലേ? സോ 7 × 7 49. സോ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം 7 × 7 പെയറാണ്. സോ 49 ആൾസോ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചെന്തൊക്കെയാണ്? സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പറായി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു നമ്പറിനെ അതേ നമ്പറായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെസിമൽ ഇല്ലാത്ത നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ എന്നും പറയാം. ക്ലിയർ ആണല്ലോ? ഇനി പെർഫെക്റ്റ് സ്ക്വയർ കഴിഞ്ഞു. അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ്. ഇനി നമുക്കറിയേണ്ടത് സ്ക്വയറിങ് പഠിച്ചു. ഇനി നമ്മളിപ്പോൾ പ്ലസ് പഠിക്കുമ്പോൾ മൈനസ് പഠിക്കില്ല. അതേപോലെ തന്നെ സ്ക്വയർ പഠിച്ച സ്ഥിതിക്ക് ഇനി സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് ആയില്ല സ്ക്വയർ റൂട്ടിനെ കുറിച്ച് പഠിക്കാം നമുക്ക്. എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കൂ, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് പറയാണ് എന്താണ്? റൂട്ട് 64. റൂട്ട് 64 അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് 64 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 10 വരെ നമ്മൾ കാണാപാഠം നമുക്ക് അറിയുന്നുണ്ടാവും അല്ലേ? 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ 8 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 8 സ്ക്വയർ പറയുന്നത് എന്താണ്? 64 ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ പറയുന്നത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക? 8 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ വൈസ് വേഴ്സ ആണ്. അതായത് റൂട്ട് 64 8 ആണ്, 8 സ്ക്വയർ പറഞ്ഞാൽ 64 ആണ്. ക്ലിയർ ആണോ? യെസ്. ഇതാണ് നമുക്ക് സ്ക്വയർ റൂട്ടിനെ കുറിച്ചിട്ട് നമുക്ക് അറിയേണ്ട കാര്യം. നോക്കൂ, എന്താ പറയുക? നോക്കൂ, ദ സ്ക്വയർ റൂട്ട് is the inverse of operation of a squaring number. It answer the question, what number when multiplied by itself give this result? Finding the square root. Okay, finding the square root of 49 is 7. That means 7 × 7. ഏത് നമ്പറിനെയാണോ അതേ നമ്പറായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 49 അഥവാ അതായത് സ്ക്വയർ റൂട്ട് എന്ന് പറയാൻ പറ്റും. നമ്മൾ 49 എടുത്തപ്പോൾ ആ 49 ഒരു രണ്ട് നമ്പേഴ്സ് രണ്ടും സെയിം ആയിരിക്കണം. അല്ലാതെ നമ്മൾ വേറെ എടുക്കാൻ പാടില്ല. സ്ക്വയറിംഗ് വേണതാണല്ലോ, ഒരേ നമ്പറിനെ അതേ നമ്പറായി മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ്. അപ്പോൾ 49 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 7 × 7 അല്ലേ? 49. സോ അതിന് സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടു. സ്ക്വയർ റൂട്ട് ഓഫ് 49 മീൻ ഇറ്റ് ഈസ് 7. സ്ക്വയർ റൂട്ട് ഓഫ് 64 ഈസ് 8. ലൈക്ക് ദാറ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ.
ഇനി നമ്മൾ ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട്? നോക്കൂ. ഹൗ വി ക്യാൻ ഫൈൻഡ് ഇഫ് എ നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ഇൻ ദി ആൻഡ് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്. ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറ്റുക എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ നോക്കൂ. ചെക്കിങ് ദ ലാസ്റ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്യുക അല്ലേ. നമ്മൾ പറഞ്ഞു 0 1 4 5 6. അപ്പോൾ 0 1 4 5 6 ആണ് ലാസ്റ്റ് ഡിജിറ്റായി വരുന്നതെങ്കിൽ നമുക്കവിടെ പോസിബിലിറ്റി ഉണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ. പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഫിക്സഡ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. കാരണം 44 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല, 44 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഞാൻ പറയാണ് ഇപ്പോൾ 22 അതെന്തായാലും സ്ക്വയർ അല്ല. മനസ്സിലായോ? അതെന്തായാലും സ്ക്വയർ ആവില്ല. ക്ലിയർ ആണോ? ഓക്കെ. നോക്കാം. പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് ഇൻ 0 1 4 5 6 or 9 if a number end with 2 3 7 or 8 is definitely not a perfect square. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതേ സ്ഥാനത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് ഏതൊക്കെ നമ്പേഴ്സുകളായിട്ടായിരിക്കും? 0 1 4 5 6 9 ഈ നമ്പേഴ്സുകളായിട്ടായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് ചെയ്തുണ്ടാവുക. അടുത്ത് നമ്മൾ പറഞ്ഞു പ്രൈം ഫാക്ടറൈസേഷൻ. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? അതിലെടുക്കുന്ന നമ്പേഴ്സുകൾ എപ്പോഴും എന്തായിരിക്കണം? പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അതിന് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പെയർ ആക്കിയിട്ട് എഴുതാൻ പറ്റണം. കണ്ടോ, ഇതുപോലെ നമുക്ക് പെയർ ആക്കി എഴുതാൻ പറ്റണം. ഇപ്പം 324 വന്നു. അപ്പോൾ 324 വന്നപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2 പെയറാണ്, ഇത് പെയറാണ്, സോ ഇതും പെയറാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. അടുത്ത നോക്കൂ. സബ്ട്രാക്ട് ദ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഇഫ് യു റീച്ച് എക്സാക്ട്ലി 0 ദ നമ്പർ ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 25 എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ സോറി ഓഡ് നമ്പേഴ്സ് ആയിട്ട് ഇപ്പോൾ 25 എടുത്തു. ഇപ്പോൾ 25 - 1 ഓക്കെ. അപ്പോൾ നമുക്ക് അനുസരിച്ച് 24 കിട്ടി. -3 അത് ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. -5 അപ്പോൾ സാറിന് എന്ത് കിട്ടും? 16 കിട്ടും. -5 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 വരും. 9 - 9 is 0. So 25 is a perfect square. 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇങ്ങനെ നോക്കാം. നമുക്ക് 36 നോക്കി നോക്കാം. 36 നോക്കൂ. 36 - 1 എന്ത് വരും? 35 - 3 32 - 5 then 27 - 7 20 - 9 then 11 എന്ത് വരും? 11 that equal to 0. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മൾ 3 കാര്യങ്ങൾ. ലാസ്റ്റ് ഡിജിറ്റ്, പ്രൈം ഫാക്ടറൈസേഷൻ, ദെൻ നമ്മുടെ ഓഡ് നമ്പേഴ്സുകൾ കുറച്ച് വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫൈൻഡിങ് ദ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ. അടുത്ത നമുക്കിനി എസ്റ്റിമേറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് എസ്റ്റിമേറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എസ്റ്റിമേറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെർഫെക്റ്റ് സ്ക്വയറിനും ഇപ്പോൾ നമുക്ക് കാണാൻ പഠിച്ചു. ഇനി നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സിന് സംടൈം വി നീഡ് ടു എസ്റ്റിമേറ്റ് ദ സ്ക്വയർ റൂട്ട് ഫോർ ദ നമ്പർ ഈസ് ഇൻ എ പെർഫെക്റ്റ് സ്ക്വയർ. നമുക്ക് തന്നിട്ടുള്ള നമ്പർ എപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയറിന് മാത്രം സ്ക്വയർ റൂട്ട് കാണണമെന്നൊന്നും പറഞ്ഞില്ല. ചില സമയത്ത് നമുക്ക് സ്ക്വയർ റൂട്ട് അല്ലാത്തത്, അതായത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതും കാണേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് √250. എങ്ങനെ √250 കാണാം? നമുക്ക് 225 എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ ആണെന്ന് അറിയാം. 16 സ്ക്വയർ നമുക്കറിയാം. 256 ആണ്. നമുക്ക് വേണ്ട എന്തായിരുന്നു? 250 ആണ്. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? 14 സ്ക്വയർ 15 സ്ക്വയർ 16 സ്ക്വയർ നോക്കി. അപ്പോൾ ഇതൊരു നമ്പർ കിട്ടി, ഇവിടെ നമ്പർ കിട്ടി, ഇവിടെ നമ്പർ കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പർ ഏതിൻ്റെ ഇടയിലാണ് വരുന്നത്? ഈ 2 നമ്പറിൻ്റെ ഇടയിലായിട്ടാണ് 250 വരുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ആവും വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 15.1 15.2 15.3 അങ്ങനെ നോക്കി പോകേണ്ടി വരും.
അപ്പോൾ നമുക്ക് ഏകദേശം എന്ത് വരുന്നുണ്ട്, നമ്മുടെ ആൻസർ എവിടെ വരുന്നുണ്ട്, നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് 15.8 ചെയ്യുമ്പോൾ ഒരു അപ്രോക്സിമേഷൻ, കറക്റ്റ് ആൻസർ അല്ല, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് വരും, 15.8 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 250 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അഥവാ റൂട്ട് 250യുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ക്വയർ റൂട്ട് ഓഫ് 250 എന്ന് പറയുന്നത് 15.8 ആയിരിക്കും. ക്ലിയർ ആണോ? 15.8 ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ? ഇപ്പം ഇതാണ് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, എന്താണ് this is the estimation is useful in the real life problem where we need to approximate the value. നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ കറക്റ്റ് ഇങ്ങനെ പോയിന്റ് വാല്യൂസ് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, കിട്ടും നമുക്ക്, പക്ഷെ അതൊരു ബുദ്ധിമുട്ട്, അപ്രോക്സിമേറ്റ് ആയിട്ടോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ്, വാട്ട് ഈസ് എ ക്യൂബിക് നമ്പർ? എന്താണ് ഒരു ക്യൂബിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഒരു ക്യൂബിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, or a perfect cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is what we get when multiple by a number by itself 3 times. അപ്പോൾ സ്ക്വയറിംഗ് ആണ് എന്താണ്, 2 times ആയിരുന്നു അല്ലേ, 2 times ആയിരുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് 3 times പറഞ്ഞാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ 3 ക്യൂബാണ് നമ്മൾ കാണാൻ, നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 × 3 ചെയ്താൽ മതി. ഇതാണ് ഒരു പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ക്യൂബ്, 5 ക്യൂബ്, 6 ക്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 4 × 4 × 4, 5 × 5 × 5, 6 × 6 × 6. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ആദ്യത്തെ സെൻറ്റൻസ് കൊടുത്ത് നോക്കൂ, ക്യൂബ് നമ്പേഴ്സ് ആർ കാൾഡ് ക്യൂബ് ബിക്കോസ് ദേ റെപ്രസെന്റ് ദ വോളിയം ഓഫ് എ ക്യൂബ്. അവരെന്താണ് കാണിക്കുന്നത്, ഒരു വോളിയം ഓഫ് എ ക്യൂബ്. എന്താ വോളിയം പറഞ്ഞാൽ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഇടയിലെ ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ വോളിയം പറഞ്ഞാൽ. ഒരു ടാങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര വെള്ളം കപ്പാസിറ്റി കൊള്ളും, ഇതിനാണ് നമ്മൾ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അത്ര തന്നെയുള്ളൂ ഇവിടെ പറയുന്നുള്ളൂ. ഒരു ക്യൂബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ക്യൂബ്സ് എന്ന്, ക്യൂബിക്കിന് എന്തുകൊണ്ടാണ് ക്യൂബ് എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ്, ബിക്കോസ് ദേ റെപ്രസെന്റ് ദ വോളിയം ഓഫ് എ ക്യൂബ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്താ, എ ക്യൂബ് വിത്ത് സൈഡ് ഓഫ് ലെങ്ത് 3 യൂണിറ്റ് അല്ലേ. നോക്കൂ, ഒരു ക്യൂബ്, അപ്പോൾ ഇതിൻ്റെ 3 യൂണിറ്റ് ആണ് ഒരു സൈഡ് വരുന്നത്. നമുക്ക് ക്യൂബിൻ്റെ എല്ലാ സൈഡ്സും സെയിം ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആവും, ഇവിടെയും 3 ആവും, ഇവിടെയും 3 ആവും. സോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ക്യൂബ് എങ്ങനെ കാണാം, വോളിയം എങ്ങനെ കാണാം നമുക്കറിയാം. എന്താ പറയുക, വോളിയം പറയുന്നത് എന്താണ്, ഹൈറ്റ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ 3 × 3 × 3 മനസ്സിലായോ? അപ്പോൾ 3 × 3 × 3 പറഞ്ഞാൽ എന്താണ്, 3 × 3 പറഞ്ഞാൽ നമുക്കറിയാം 9 ആണ്. ദെൻ അഗൈൻ വി മൾട്ടിപ്ലൈ ബൈ 3, സോ വി വിൽ ഗോട്ട് 27. സോ ദ ക്യൂബ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 27 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ക്യൂബ് നമ്പർ. നോക്കൂ, എ കോൺസിക്യൂട്ടീവ് ക്യൂബ്, നമുക്കറിയാം നമ്മുടെ 2 നമ്പേഴ്സുകൾ തമ്മിൽ, സ്ക്വയറിൽ നമ്മൾ 2 നമ്പേഴ്സുകൾ തമ്മിൽ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന നമ്പേഴ്സുകൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രത്യേകത അറിയോ? അതായത് അവിടുത്തെ പ്രത്യേകത നമുക്ക് അവിടെ കിട്ടുന്ന നമ്പേഴ്സുകൾ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്താണ്, 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ചെയ്ത് നോക്കൂ, നമുക്ക് എന്താ വരിക, 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 മൈനസ് എന്ത് വരും, 4 മൈനസ് 1 വരും. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ഇവിടെ നമുക്ക് 3 വന്നു. ഓക്കെ, അടുത്ത നോക്കൂ, 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ചെയ്തു, അപ്പോൾ നമുക്ക് എന്ത് വരും, 9 മൈനസ് 4, അപ്പം നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഞാൻ പറയുകയാണ് 1 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 1 മൈനസ് 0 മീൻ 1 എന്ന് വരും. അപ്പോൾ ഇവിടെ 1 കിട്ടി, 3 കിട്ടി, 5 കിട്ടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓഡ് സീക്വൻസ് ആയിരിക്കും നമുക്കവിടെ വരുന്നുണ്ടാവുക. പക്ഷേ ഈവൻ നമ്മുടെ ക്യൂബിൽ ഇങ്ങനെയല്ല. ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെയല്ല വരുന്നത്. എങ്ങനെ നോക്കൂ, ദ കോൺസിക്യൂട്ടീവ് ക്യൂബ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്യൂബ് ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ഫോർവേഡ് ഓഫ് സ്ക്വയർ, ഇറ്റ് ഈസ്
ഇൻവോൾവ് ഗ്രോയിങ് ഡിഫറൻസ്, അതായത് നമുക്ക് വലിയ വലിയ നമ്പേഴ്സുകളായിരിക്കും ഓരോ തവണ നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതിനൊരു പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല. ഓരോ തവണ ഓരോ കോൺസിക്യൂട്ടീവ് പറഞ്ഞാൽ രണ്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും വലിയ വലിയ നമ്പേഴ്സുകളുടെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ 4 ക്യൂബ് മൈനസ് 3 ക്യൂബ് കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ വരുന്നത് എന്ത് നോക്കൂ, 37 ആണ്. അടുത്ത് നോക്കുക, അതേ സ്ഥാനത്ത് 5 ക്യൂബ് മൈനസ് 4 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 61 ആണ്. അപ്പോൾ ഡിഫറൻസ് നല്ല ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ക്യൂബ് എ നമ്പർ ഇസ് എ പെർഫെക്റ്റ് ക്യൂബ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് പ്രൈം ഫാക്ടേഴ്സ് അപ്പിയേഴ്സ് ഇൻ ട്രിപ്പിൾസ്. അല്ലേ, നമ്മൾ സ്ക്വയേഴ്സിൽ എന്താ പറഞ്ഞത്, അത് 2 എണ്ണം വന്നാൽ മതി. ക്യൂബിലാവുമ്പോൾ അത് 3 എണ്ണം ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ പറയാം 27 അല്ലേ. 27 നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 3 × 9. ദെൻ അഗെയിൻ നമുക്ക് ചെയ്യുമ്പോൾ 3 × 3. നോക്കൂ, 3 × 3 × 3. സോ 3 എണ്ണമായിട്ടാണ് അവിടെ അത് എഴുതണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ബിൽഡിംഗ് ക്യൂബ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ബിൽഡിംഗ് ക്യൂബ്സ്? നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ്. നമുക്കറിയാം 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ക്യൂബ് പറഞ്ഞാൽ എന്താണ്, 8 ആണ്. 3 ക്യൂബ് പറഞ്ഞാൽ 27. 4 ക്യൂബ് പറഞ്ഞത് 64. എ ക്യൂബ് വിത്ത് സൈഡ് ഓഫ് 2 യൂണിറ്റ് പറയുന്നത് 8 ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്ത് നോക്കൂ, ഈച്ച് ലെയർ ഓഫ് എ ക്യൂബ് ഈസ് n സ്ക്വയർ യൂണിറ്റ് ക്യൂബ് ആൻഡ് there are n layers giving an total n cube unit. അതായത് ഇപ്പോൾ ഒരു സ്ക്വയർ ബേസ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്, n സ്ക്വയർ ആണ്. പിന്നെ മുകളിലോട്ടുള്ള ഭാഗം അല്ലേ, അപ്പോൾ ഇതിന് മുകളിലോട്ടുള്ള ഭാഗം എന്താണ്, ആ ഹൈറ്റ് ആണ്. അതാണ് n സ്ക്വയറിൻ്റെ കൂടെ എന്നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, n ക്യൂബ് വരുമെന്ന് പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത് പാറ്റേൺ ഇൻ ക്യൂബ്സ് നോക്കൂ. ദ ലാസ്റ്റ് ഡിജിറ്റ്സ്, ഓരോന്നിൻ്റെ ലാസ്റ്റ് നമ്മൾ നോക്കാം. ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ ക്യൂബ് ഫോളോ എ പാറ്റേൺ. 1 ക്യൂബിൻ്റെത് 1, 2 ക്യൂബിൻ്റെത് 8, 3 ക്യൂബ് 7, 4 ക്യൂബ് 4, 5 ക്യൂബ് 5. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പാറ്റേൺ ആണ് നമ്മൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് 1ൻ്റെത് 1, 2ൻ്റെത് 8, 3ൻ്റെത് 7, 4ൻ്റെത് 4, അതുപോലെ തന്നെ 5ൻ്റെത് 5. ഇങ്ങനെയാണ് അത് പോകുന്നത്. ഇനി നമുക്ക് ബാക്കി നമ്പേഴ്സിൻ്റെ കൂടെ നോക്കി നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ബാക്കി നമ്പേഴ്സിനോട് നോക്കുമ്പോൾ നമുക്കവിടെ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് 1ൻ്റെത് 1 തന്നെയാണ്. ഇപ്പോൾ അത് യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണ് വരുന്നതെങ്കിൽ ഇവിടെയും യൂണിറ്റ് ഡിജിറ്റിൽ 1 ആയിരിക്കും വരിക. അതുപോലെ തന്നെ 2 ആണ് വരുന്നതെങ്കിൽ 8 ആയിരിക്കും വരിക. 12 ആണ് വരുന്നെങ്കിലും 8 ആയിരിക്കും വരിക. 22 ആണ് വരുന്നെങ്കിലും 8 ആയിരിക്കും വരിക. ഇനി 3 ആണ് വരുന്നെങ്കിൽ 7 ആവും. 13 ആണെങ്കിലും 7 ആവും. 23 ആണെങ്കിലും 7 ആവും. 33 ആണെങ്കിലും 7 ആവും യൂണിറ്റ് ഡിജിറ്റിൽ വരിക. 4 ആണെങ്കിൽ 4 ആവും. 5 ആണെങ്കിൽ 5 ആവും. ഇനി ഇങ്ങോട്ട് വരൂ, അതായത് 7 ആണ് വരുന്നതെങ്കിൽ, അതായത് നമുക്ക് 7 ക്യൂബ്, 17 ക്യൂബ്, 27 ക്യൂബ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിൽ 3 ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, 2 ആണ് വരുന്നെങ്കിൽ, ഓക്കെ, അതായത് നമ്മൾ 8 ആണ് വരുന്നെങ്കിൽ യൂണിറ്റ് ഡിജിറ്റിൽ 2 ആയിരിക്കും വരുന്നുണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് സീറോസ് അറ്റ് ദ എൻഡ്. എന്താണ് സീറോസ് അറ്റ് ദ എൻഡ് പറയുന്നത്? ഇഫ് എ നമ്പർ എൻഡ് വിത്ത് സീറോസ് ഇറ്റ്സ് ക്യൂബ് വിൽ ഹാവ് 3 ടൈംസ് ഓഫ് മെനി. നമുക്കറിയാം സ്ക്വയറിൻ്റെ കാര്യത്തിൽ എന്തായാലും 2 ടൈംസ് ആയിരുന്നു, ഇവിടെ 3 ടൈംസ് ആയിട്ടാണ് അവിടെ വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈവൻ നമ്പറാണ് നോക്കൂ. ദ ക്യൂബ് ഓഫ് എ ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ബി ഈവൻ ആൻഡ് ക്യൂബ് ഓഫ് എൻ ഓഡ് നമ്പർ ആൾസോ ഓൾവേസ് ബി ഈവൻ, അല്ല ഓഡ്. ഓക്കെ, ഇത് സെയിം ആണ്, നമ്മൾ അവിടെ പഠിച്ചത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടെ നമുക്ക് അറിയാൻ മാത്രം ഒന്നുമില്ല. ഇനി നോക്കൂ, ക്യൂബ് ആൻഡ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത നോക്കാൻ പോകണം കേട്ടോ. നോക്കാം. ജസ്റ്റ് ലൈക്ക് സ്ക്വയർ, ക്യൂബ് ആൾസോ ഹാവ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ഓഡ് നമ്പേഴ്സ്. നോക്കൂ, 1 ക്യൂബ് ആണെങ്കിൽ 1 ആണ് പറഞ്ഞു. 2 ക്യൂബ് ആണെങ്കിൽ 8 ആണ്. ഇപ്പോൾ 3 + 5 ദാറ്റ് ഈസ് 8. ഓക്കെ, അടുത്ത് നോക്കൂ, 3 ക്യൂബ് 27. നമ്മളടുത്ത് എന്ത് ചെയ്തു, 7 + 9 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 7 + 9 + 11 ചെയ്തപ്പോൾ 29 കിട്ടി. ഇനി അടുത്തിൽ 4 ഉണ്ടായിരിക്കും. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത നമ്പർ മുതൽ 4 നമ്പേഴ്സുകളാണ് അവിടെ വരുന്നത്. സോ ഇവിടെ നോക്കൂ, അങ്ങനെ 5 വരുമ്പോൾ അങ്ങനെ. അപ്പം ഇനി 6 വരുമ്പോൾ ഇപ്പോൾ ഇവിടെ മുതലാണ് 29 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാണ്,
31. അപ്പോൾ 31 മുതൽ 6 നമ്പേഴ്സ് വേണം നമ്മൾ കൺസിഡർ ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 സ്ക്വയറിൻ്റെ അല്ല 6 സ്ക്വയറിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അതാണ് പറഞ്ഞത്. ഈച്ച് ക്യൂബ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ സം ഓഫ് എ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ബട്ട് ദ പാറ്റേൺ ഈസ് മോർ കോംപ്ലെക്സ് ദാൻ ദ സ്ക്വയേഴ്സ്. ഓക്കെ, പാറ്റേൺ സ്ക്വയേഴ്സിനുള്ള കൂടി പാറ്റേൺ തന്നെ കുറച്ചുകൂടി കോംപ്ലെക്സ് ആയിട്ടാണ് കിടക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ക്യൂബ് റൂട്ട് എങ്ങനെ കാണാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ക്യൂബ് റൂട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, ഫൈൻഡിങ് ദ ക്യൂബ് റൂട്ട്സ് എങ്ങനെ നമുക്ക് കാണാം? സ്ക്വയർ ചെയ്ത പോലെ തന്നെയാണ്. അതായത് 3 നമ്പേഴ്സുകളുടെ മൾട്ടിപ്പിൾസ് ആണ്. അല്ല, ഒരേ നമ്പറിൻ്റെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. സോ ദ ക്യൂബ് റൂട്ട് ഓഫ് എ 27 എന്ന് പറയുന്നത് എന്താണ്? 3 × 3 × 3 ദാറ്റ് ഈസ് 27. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എന്താണ് 27 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 27 നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 27 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 3 × 3 × 3 ആണെന്ന് നമുക്കറിയാം. സോ ക്യൂബ് റൂട്ട് ഓഫ് 27 പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എവറി നമ്പർ ഹാസ് എൻ എക്സാക്ട്ലി 1 റിയൽ ക്യൂബ് റൂട്ട്. ദ ക്യൂബ് റൂട്ട് ഓഫ് എ പോസിറ്റീവ് നമ്പർ ഈസ് എ പോസിറ്റീവ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് എ പോസിറ്റീവ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ഓൾവേസ് ബി എ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ അടുത്ത ഒരു കാര്യം പറയുന്നത് എന്താണ്? ദ പെർഫെക്റ്റ് ക്യൂബ്, ദ നമ്പർ ലൈക്ക് 1, 8, 27, 64, 125 have a whole number cube root. Other number have cube root that are not whole numbers. നമുക്കിവിടെ ഹോൾ നമ്പേഴ്സുകളായിട്ട് കിട്ടില്ല. അതായത് ഇതൊക്കെയാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാത്തിനും എന്തുണ്ട്? ക്യൂബ് ഉണ്ട്. പക്ഷേ അത് ഹോൾ നമ്പേഴ്സ് ആവണമെന്ന് ഹോൾ നമ്പേഴ്സ് ആവില്ല എന്നാണ് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് മുകളിൽ എന്താ പറഞ്ഞത്? എവറി നമ്പർ ഹാവ്സ് എക്സാക്ട്ലി 1 ക്യൂബ് റൂട്ട്. എല്ലാ നമ്പേഴ്സിനും എന്തുണ്ട്? ഒരു ക്യൂബ് റൂട്ട് ഉണ്ട്. പക്ഷേ അത് ഹോൾ നമ്പർ ആവണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഫൈൻഡിങ് ദ ക്യൂബ് റൂട്ട് ആണല്ലത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് സ്ക്വയറിൽ പഠിച്ച പോലെ തന്നെയാണ് അല്ലേ? എന്തായിരുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ പെയർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 ആക്കി നമുക്ക് ട്രിപ്ലെറ്റ്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമുക്കറിയാം 1 ആണെങ്കിൽ 1 ആണ് വരിക, അതുപോലെ തന്നെ 2 ആണെങ്കിൽ 8 ആണ് വരിക, 3 ആണെങ്കിൽ 7 ആണ് വരിക. അത് നമ്മൾ പഠിച്ചു അല്ലേ? അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സ് ചോദിക്കുക, അല്ലെങ്കിൽ താഴത്തെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആക്കി പറഞ്ഞുതരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാം. ഓക്കെ, ദെൻ അടുത്തെന്താണ്? എസ്റ്റിമേഷൻ. ഇത് നമ്മൾ സ്ക്വയർ റൂട്ട് പഠിച്ച അതേപോലെ തന്നെയാണ്. ഏകദേശം തൊട്ടടുത്തുള്ള നമ്പേഴ്സുകൾ തമ്മിലുള്ള എന്താണ് പോയിൻ്റ് വാല്യൂസ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ ആൻസേഴ്സും കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ 1-to-1 ആയിട്ട് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ നിലയിലാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.